തുറന്നുവിടാൻ അനുവാദം ചോദിച്ചിരിക്കുകയാണ് ഗൂഗിൾ. വോൾബാച്ചിയ ബാക്ടീരിയ ബാധിച്ച 3 കോടിയിലധികം കൊതുകുകളെ തുറന്നുവിടാൻ US സർക്കാരിനോട് ഗൂഗിൾ. കൊതുകുകളെ കുറയ്ക്കാൻ ദശലക്ഷക്കണക്കിന് കൊതുകുകളെ തുറന്നുവിടുക എന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിചിത്രമായി തോന്നാം. എന്നാൽ അത്തരമൊരു വേറിട്ട പരീക്ഷണത്തിന് ഒരുങ്ങുകയാണിവർ. വന്ധ്യംകരിച്ച ആൺകൊതുകുകളെ ഉപയോഗിച്ച് മാരക രോഗങ്ങൾ പരത്തുന്ന കൊതുകുകളെ പ്രകൃതിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാനുള്ള ഡീബഗ് എന്ന പുതിയ പ്രോജക്റ്റുമായിട്ടാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. എന്താണ് വോൾബാച്ചിയ ബാക്ടീരിയ? ഇത് കൊതുകുകളിലൂടെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രകൃതിയിലുള്ള ബാക്ടീരിയമാണ് വോൾബാച്ചിയ. ഡെങ്കുപ്പനി, വെസ്റ്റ് നൈൽ വൈറസ്, സിക്കു, ചിക്കൻ ഗുനിയ, മലേറിയ തുടങ്ങിയ മാരക രോഗങ്ങൾ പരത്തുന്ന കൊതുകുകൾ പ്രതിവർഷം ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ ജീവൻ എടുക്കുന്ന ജീവിയാണ്. ഈ വൈറസ് രോഗങ്ങൾ പരത്തുന്ന കൊതുകുകളെ നിയന്ത്രിക്കാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഒരു സ്വാഭാവിക ബാക്ടീരിയയാണ് വോൾബാച്ചിയ. പ്രാണികളിൽ സാധാരണയായി കാണപ്പെടുന്ന ഈ ബാക്ടീരിയ ഡെങ്കു പരത്തുന്ന ഈഡിസ് ഈജിപ്തി കൊതുകുകളിൽ പ്രവേശിക്കുമ്പോൾ അവയ്ക്ക് രോഗാണുക്കളെ പരത്താനുള്ള കഴിവ് നഷ്ടപ്പെടുത്തുന്നു. ഈ ബാക്ടീരിയയുള്ള ആൺകൊതുകുകൾ പ്രകൃതിദത്തമായ പെൺകൊതുകുകളുമായി ഇണചേരുമ്പോൾ മുട്ടകൾ വിരിയില്ല. ഇത് ക്രമേണ കൊതുകുകളുടെ എണ്ണം കുറയ്ക്കുന്നു. അതോടുകൂടി വെസ്റ്റ് നൈൽ വൈറസ്, ഡെങ്കുപ്പനി, സിക്ക തുടങ്ങിയ മാരകമായ രോഗങ്ങൾ പരത്തുന്ന കൊതുകുകളുടെ എണ്ണം കുറയ്ക്കുകയും രോഗവ്യാപനം തടയുകയും എന്നതാണ് ഗൂഗിളിന്റെ ലക്ഷ്യം. ബാക്ടീരിയ ബാധിച്ച കൊതുകുകൾ അപ്പോൾ മനുഷ്യരെ കടിക്കില്ലേ? വോൾബാച്ചിയ ബാക്ടീരിയ ബാധിച്ച കൊതുകുകൾ മനുഷ്യരെ കടിക്കില്ല എന്ന് കമ്പനി ഉറപ്പു നൽകുന്നു. കാരണം അവയെല്ലാം ആൺകൊതുകുകളാണ്. പെൺകൊതുകുകൾ മാത്രമാണ് മനുഷ്യരെ കടിക്കുക. 32 ദശലക്ഷം അധികം കൊതുകുകളെ തുറന്നു വിട്ടാലും പ്രദേശവാസികൾക്ക് അധികമായി കൊതുകുകടികൾ ഏൽക്കില്ല. US-ലെ കാലിഫോർണിയ, ഫ്ലോറിഡ എന്നിവിടങ്ങളിലാണ് ഈ ജൈവ നിയന്ത്രണ പദ്ധതി നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നത്. അമേരിക്കയിൽ ഏറ്റവും അധികം പേർക്ക് ബാധിക്കുന്ന അസുഖമാണ് വെസ്റ്റ് നൈൽ എന്നതാണ് CDCയുടെ പഠനങ്ങൾ പറയുന്നത്. പൊതുജനങ്ങൾക്കും പ്രദേശവാസികൾക്കും പദ്ധതിയെക്കുറിച്ച് തങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ US എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ജൂൺ 5 വരെ സമയം നൽകിയിട്ടുണ്ട്. ഇരു സ്റ്റേറ്റുകളിലുമായി 32 ദശലക്ഷം വോൾബാച്ചിയ ബാക്ടീരിയ കൊതുകുകളെ തുറന്നുവിടാൻ ഉദ്ദേശിക്കുന്ന പ്രദേശങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ ഇതുവരെയുമില്ല. ഭാവിയിൽ ഇന്ത്യക്ക് അടക്കം നടത്താവുന്ന ഒന്നായിരിക്കും കൊതുകുജന്യ രോഗങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ പരീക്ഷണം. എന്നാൽ ദശലക്ഷക്കണക്കിന് കൊതുകുകളെ തുറന്നുവിടുക എന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. എങ്ങനെയാണ് ആൺകൊതുകുകളെ കണ്ടെത്തുന്നത്? വോൾബാച്ചിയ ബാക്ടീരിയ പ്രവേശിക്കുന്നത് ആൺകൊതുകുകളിലാണ് എന്ന് എങ്ങനെ ഉറപ്പാക്കാൻ സാധിക്കും? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെക്നോളജി കമ്പനികളിൽ ഒന്നായ ഗൂഗിൾ അതിനെ AI ഉൾക്കൊള്ളിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളിലൂടെയാണ് ഇത് പ്രയോജനപ്പെടുത്തുന്നത്. കൊതുകുകളെ വിരിയിച്ചെടുക്കാൻ ഓട്ടോമേറ്റഡ് റിയറിംഗ് റോബോട്ട്സിനെയും ഉപയോഗിക്കും. വാഹനങ്ങൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരിക്കും തിരഞ്ഞെടുത്ത കൊതുകുകളെ തുറന്നുവിടുക. 2 വർഷം നീളുന്ന ഈ ട്രയൽ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചാൽ അത് ഘട്ടങ്ങളിലായി നടപ്പിലാക്കും. ആദ്യ വർഷം ഒരു സ്റ്റേറ്റിൽ 16 ദശലക്ഷം കൊതുകുകളെ തുറന്നുവിടും. 2ാം വർഷം വീണ്ടും 16 ദശലക്ഷം കൊതുകുകളെയും. പരീക്ഷണം വിജയിച്ചാൽ ഇത്തരം പദ്ധതികൾ മറ്റു രാജ്യങ്ങളും ഏറ്റെടുത്തേക്കും. 2016-ൽ ആൽഫബറ്റിന്റെ ഡീബഗ് പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി ആരംഭിച്ചത്. കമ്പനിയുടെ ലൈഫ് സയൻസ് വിഭാഗമായ വെറലിയുടെ കീഴിലാണ് ഡീബഗ് പ്രവർത്തിക്കുന്നത്. പരീക്ഷണവുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കണം എന്ന് അഭ്യർത്ഥിച്ച് വെറലി US എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയെ സമീപിച്ചിരിക്കുകയാണ്. ഗൂഗിൾ വെറലിക്ക് തുടക്കമിടുന്നത് 2016-ലാണ്. കൊതുക് നിവാരണത്തിന് തങ്ങൾക്ക് ഒരു എക്സ്പെരിമെന്റൽ US പെർമിറ്റ് അനുവദിക്കണമെന്ന് വെറലി അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ഈ ആൺകൊതുകുകളെ കണ്ടെത്തുന്നതിന് പുതിയ ടെക്നോളജിയാണ് കമ്പനി അവലംബിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അടുത്ത 2 വർഷത്തിനിടയിൽ ഇത്രയും കൊതുകുകളെ തുറന്നുവിടാനാണ് ഗൂഗിളിന്റെ മാതൃകമ്പനിയായ ആൽഫബറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വെറലി വിഭാഗത്തിന്റെ ഉദ്ദേശം എന്നതാണ് റിപ്പോർട്ടുകൾ. ഗൂഗിളിന്റെ ഈ പദ്ധതി ഇതിനകം സിംഗപ്പൂരിൽ വലിയ വിജയം കൈവരിച്ചിട്ടുണ്ട്. സിംഗപ്പൂരിലെ തങ്ങളുടെ ആദ്യ അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ദശലക്ഷക്കണക്കിന് വോൾബാച്ചിയ കൊതുകുകളെ തുറന്നുവിട്ടതിലൂടെ വെറും 6 മുതൽ 12 മാസത്തിനുള്ളിൽ ഈഡിസ് ഈജിപ്തി കൊതുകുകളുടെ എണ്ണത്തിൽ 80 മുതൽ 90% വരെ കുറവുണ്ടാക്കാൻ സാധിച്ചതായി കമ്പനി അറിയിച്ചു. മാത്രമല്ല അവിടെ ഡെങ്കുപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന നിരക്കിൽ 70%-ലധികം കുറവുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. സിംഗപ്പൂരിലെ ഈ മികച്ച വിജയം നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് അമേരിക്കയിലേക്കും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാൻ ഗൂഗിൾ ഒരുങ്ങുന്നത്. എന്താകും ഈ പദ്ധതിയുടെ ഭാവി എന്ന് കാത്തിരുന്ന് കാണാം.